നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ എന്താണ് മറയ്ക്കുന്നത് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അവരെന്താ ഹൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന്? എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ ഹിഡൻ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും മനസ്സിൽ അവർ മറയ്ക്കുന്നുണ്ടോ, എന്ത് കാര്യമാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നമുക്ക് നോക്കാം. പേഴ്സൺ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഡൗട്ടാണ് അല്ലേ? നിങ്ങൾക്ക് ഒരു എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ ഇവരെന്താ ചിന്തിക്കുന്നത്, എന്താണ് ഇവരുടെ മൈൻഡിൽ അല്ലേ? സോ നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഇവരെ എന്താണ് അവരുടെ മനസ്സിൽ നിന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ആർ ദേ ഹൈഡിങ്. ഒരു ഹാങ്മാൻ കാണുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ പേടിയാവൂലേ? കയറ് കണ്ടു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഓക്കെ, ഹാങ്മാൻ. ഓ ഓക്കെ, ഹാങ്മാൻ ആൻഡ് മൂൺ രണ്ടും ഉണ്ട്. എംപറർ, ഹെർമിറ്റ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ സൈലന്റ് ആണ്. ഓക്കെ, യെസ്, അത് തന്നെയാണല്ലോ നമുക്ക് പ്രശ്നം അല്ലേ? ടവർ കാർഡും ഉണ്ട്, ഇതും കൂടി ഇവിടെ വെച്ചേക്കാം. ഹാങ്മാൻ, മൂൺ, എംപറർ, ഹെർമിറ്റ് ആൻഡ് ടവർ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ കൂടെ എടുത്തിട്ട് ഫുൾ പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സൈലന്റ് ആണ്. അവർ മനസ്സിൽ പലതും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വളരെ ക്ലിയർ ആണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Okay, Ten of Swords, Ace of Cups, Five of Cups, Six of Cups, Temperance, Three of Wands, again Hermit. Kando ഹെർമിറ്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് നമുക്കിവിടെ. മെയിനായിട്ട് എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവരെ ലൈഫിൻ്റെ ആയിരിക്കാം. ഓക്കെ, അത് അവരുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, എന്തെങ്കിലും കുട്ടികളെ റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പാസ്റ്റിൻ്റെ കാര്യങ്ങളും ആവാം ചിലവർക്ക്. ഓക്കെ, ചിലവർക്ക് പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ, അവരെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, ഓക്കെ, അതിൻ്റെ ഒരു ഇമോഷണലായിരിക്കാം അവരിപ്പോൾ. പാസ്റ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ഫാമിലി, കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, കാരണം ഇത് നമുക്ക് രണ്ടും പറയാം, റെപ്രസെൻറ്റ് ചെയ്യാം. കുട്ടികളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടും പറയാം. അവരുടെ വീട്ടിൽ ലൈക്ക് ഇപ്പോൾ മാരീഡ് ആണ് അല്ലെങ്കിൽ അവരെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും കൺസേൺ ആയിരിക്കാം. അല്ലെങ്കിൽ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ അവരുടെ പാസ്റ്റിലെ കാര്യങ്ങൾ, പാസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അത് നമുക്ക് നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവരിപ്പോൾ ഒരു ടെൻഷനോ വിഷമത്തിലോ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവർക്ക് വളരെ ഇമോഷണൽ ആണെന്ന് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോൾ നമ്മൾ ഐ തിങ്ക് ഇന്നത്തെ ഒരു എനർജിയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇമോഷണൽ ആണ്, സൈലൻ്റ് ആണ്. 2 തവണ നമുക്ക് ഹെർമിറ്റ് വന്നു കഴിഞ്ഞു. സോ വളരെ ഐ തിങ്ക് അവർ നിങ്ങൾ ഒന്നും നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇന്ന്. ഓക്കെ, ഇന്നത്തെ അല്ല ഞാൻ പറയുന്നത് അല്ലേ? ഓക്കെ, മേ ബി ഓൾറെഡി ഇത് നടക്കുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ വളരെ സൈലന്റ് ആയിരിക്കാം, നിങ്ങളോടൊന്നും പറയുന്നില്ല എന്നുള്ള ഇതുണ്ടാവും. ഇന്നും ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ഇന്നും വലിയ ഓവർ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടവർ കാർഡ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു ഇവന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. പാസ്റ്റിൽ എന്തെങ്കിലും അവർക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിവിടെ ഒരു ചീറ്റിംഗ് അല്ല, ബാക്ക് സ്റ്റാബിങ് കാർഡാണ്. ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നിൽ നിന്ന് കുത്ത എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും അവരുടെ ലൈഫിൽ പാസ്റ്റിൽ നടന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ടെൻഷനാണ് കാണുന്നത്. ഓക്കെ, അവർ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമം അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട്. ആൻഡ് ജസ്റ്റിസ്, ടെമ്പറൻസ് ഒക്കെ ഉണ്ട്. അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ഇമോഷണലും പ്രാക്ടിക്കൽ സൈഡും അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അവർ വളരെയധികം ഇമോഷനാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത് ഇവിടെ. എനിക്ക് അവർ ഇമോഷനിൽ നിൽക്കുകയാണ്. അതായത് അവർക്ക് അവരുടെ ലൈഫിലെ കാര്യങ്ങളായിരിക്കാം, അവരുടെ വിഷമങ്ങളായിരിക്കാം, എന്തെങ്കിലും സ്ട്രെസ്സായിരിക്കാം, മക്കളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ലൈക്ക് ജസ്റ്റ് അവരുടെ പാസ്റ്റിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും അവരെ വിഷമിപ്പിക്കുന്നതായിട്ട്. പക്ഷെ അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരൊന്ന് ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എന്തൊക്കെയോ ഒരു വെയിറ്റിങ്ങും കാണുന്നുണ്ട്, ഒരു വെയിറ്റിംഗ് എനർജി, വെയിറ്റിംഗ് പ്ലാനിങ്,
എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം അവർ. ഓക്കെ, മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പുറത്ത് വരണം എന്നുള്ള ചിന്തകളായിരിക്കാം. എംപറർ കാർഡ് ഉണ്ട് ഇവിടെ. സോ എംപറർ എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് ഈഗോയിൻ്റെ അല്ല തോന്നുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സ്ഥാനം, അതായത് അവർ ഒരു അച്ഛൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലീഡർ എന്ന രീതിയിൽ പറയാം, ഓഫീസിൽ വർക്കിൻ്റെ സ്ഥലത്ത് ചിലപ്പോൾ അങ്ങനെയാവാം. എനിക്ക് വർക്ക് പ്ലേസിൽ ഉള്ള ഇഷ്യൂസ് ആവാം, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാനുണ്ടാവും, ബട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, മേജർ ഇഷ്യൂസ് ഉണ്ടാവാം, അതിനെ കുറിച്ചായിരിക്കാം. പ്ലാനിങ് കാണുന്നുണ്ട്. സോ എന്തൊക്കെയോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പ്ലാനിങ് സ്ട്രാറ്റജൈസിങ് നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവിടെ റേസ് ഓഫ് കപ്സ് വന്നു. ഇതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ബട്ട് 5 ഓഫ് കപ്സ്, യെസ്. ഓക്കെ, ലോസ് പറയില്ലേ, ലോസ് ഓഫ് ഫീലിംഗ്, ലോസ് ഓഫ് സംതിങ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ദാറ്റ് അവരുടെ ലൈഫിൽ എന്തോ അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ് അവർ ഓർക്കുന്നത്. ഇപ്പം അതിൽ എന്തിലോ ഒരു മെമ്മറിയിൽ ഇരിക്കുന്ന പോലെയാണ്. പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പാസ്റ്റിൽ സ്റ്റക്കായിരിക്കും അവർ, അവരുടെ ലൈഫിൽ തന്നെ നടന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അതിലവർ സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ 5 ഓഫ് കപ്സ്, അഗൈൻ ഇത് ലോസ് പറയുമ്പോൾ ഇമോഷണൽ ലോസ് ആണ് കാണുന്നത്. ഇമോഷണൽ ലോസ് ലൈക്ക് അവർക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ്, അവരുടെ പാസ്റ്റ് ഏതെങ്കിലും റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു പാസ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ ചിന്ത കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഏസ് ഓഫ് കപ്സ് അവരുടെ ഇപ്പോൾ ആരോടും സ്നേഹമില്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ, ബട്ട് അത് ലോസ് ആണ് കാണുന്നത്. മേ ബി അവർ ഒന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. എനിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. എന്തോ അവരുടെ ലൈഫിൽ ഒരു അവരുടെ ഒരു പേഴ്സണൽ കാര്യം. ഓക്കെ, അതിപ്പോൾ ഫാമിലിയെ കുറിച്ചാവാം, പാസ്റ്റിൽ അവർ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാവാം, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് കൂടി എടുക്കാം. എന്നിട്ട് ഞാൻ പറയാം ഈ ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്കുള്ളതാണോ അതോ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, 7 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. സെയിം കാര്യമാണ് വീണ്ടും വരുന്നത്. അഗെയിൻ മൂണുണ്ട് ഇവിടെ, അഗെയിൻ ഹൈ പ്രീസ്. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാസ്റ്റിലെ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും പാസ്റ്റ് കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. അവർ പാസ്റ്റിൽ ഒരുപാട് ലൈക്ക് മുൻപ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ലൈക്ക് ഫാമിലിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാവാം, അല്ലെങ്കിൽ വേറെ ലൈക്ക് എന്താ പറയുക, എന്തെങ്കിലും ഇപ്പോൾ ജോലിയുടെ അങ്ങനത്തെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവർ മുമ്പ് ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ലോസ് അവർക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ളതാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ യെസ്, അവർക്ക് വളരെയധികം ഹാപ്പി ഫീലിംഗ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിലൊരു നമ്മൾ പറയില്ലേ ഹാപ്പി ആയിട്ട് നമ്മൾ ഒന്നിച്ച് വളരെയധികം സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ കൂടെ. സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കില്ല, വേദനിപ്പിക്കില്ല എന്ന രീതിയിലൊക്കെ പറയാം. എനിക്ക് ആ രീതിക്ക് അവർക്ക് ഒരു ഫീലിംഗ് നിങ്ങളെക്കുറിച്ചാണുള്ളത്. ബട്ട് അവരുടെ പാസ്റ്റിൽ ഒരു കാര്യം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് ഉണ്ട്, 8 ഓഫ് കപ്സ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാസ്റ്റിനെ കുറിച്ച്. അവരതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കാണാം. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്ത് ഇവരുടെ ഏതെങ്കിലും ഓൾഡ് റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞ പോലെ മേ ബി അവിടെ അവർ ഒരുപാട് ഫാമിലിക്ക് കെയർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാം, ബട്ട് അവിടെ ഒരു അപ്രിസിയേഷൻ ഉണ്ടാവില്ല എന്ന രീതിക്കായിരിക്കാം. ബട്ട് 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. സോ വാക്ക് അവേ ആണ് കാണുന്നത്. അവർ ഓൾറെഡി വിട്ട് കളഞ്ഞ എന്തോ ഒരു സിറ്റുവേഷൻ. ഓക്കെ, വിട്ടുപോയ എന്തെങ്കിലും തിരിച്ചു വന്നതാവാം. എനിക്ക് എന്താണെന്നറിയില്ല എന്ന് അങ്ങനത്തെ ഒരു എനർജി പിക്ക് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ ഒരു പാസ്റ്റ് കാര്യം, ഇത് എത്ര പേർക്കൊന്ന് മാച്ച് ആവുമെന്നും എനിക്ക് പറയാൻ പറ്റില്ല, വളരെ റെയർ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിങ്ങനെ ഐ ഡോണ്ട് നോ റെസനേറ്റ് ആവുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന്. ഓക്കെ, പാസ്റ്റിലെ എന്തോ ഒരു കാര്യം അവരെ ഇന്ന് ബോദർ ചെയ്യുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് എനിക്ക് അതാണ് പറയാനുള്ളത് ഇവിടെ. ഒന്ന് യെസ്, അവരുടെ കുട്ടികളെ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും പറയാം, അതുകൊണ്ട് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി കുട്ടികളെക്കുറിച്ചുള്ള എന്തെങ്കിലും കൺസേൺസ് ആയിരിക്കാം. അവർ അതിൻ്റെ എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗ്രോത്ത് കാണുന്നില്ല എന്ന രീതിയിലാണ് 7 ഓഫ് പെന്റിക്കിൾസ് നമ്മൾ പറയാം. ഓക്കെ, അവർ ഐ തിങ്ക് വിട്ട് കളഞ്ഞ ഒരു സിറ്റുവേഷൻ, അവർ വിട്ടുമാറിയ ഒരു സിറ്റുവേഷൻ അത് തിരിച്ചു വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ ഒരു പഴയ കാര്യം ഓർമ്മ വന്നതായിരിക്കാം, ചിലപ്പോൾ വെറും ഓർമ്മകളായിരിക്കാം, അങ്ങനെയും പറയാം.
മെമ്മറീസ് ആയിരിക്കാം. ഇന്നത്തെ ദിവസം അവർ പാസ്റ്റിന്റെ മെമ്മറിയിൽ ഇരിക്കുമായിരിക്കാം. അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വന്ന് കാണാം. ഓക്കെ, അപ്പൊ അതിന്റെ പേരിലായിരിക്കാം അവരൊരു വിഷമം അനുഭവിക്കുന്നത്. അവർ ആ പഴയ ഹാർട്ട് ബ്രേക്കിനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കും. അവരെ പഴയ വേദനിപ്പിച്ച ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കുമായിരിക്കാം. അവർക്ക് പണ്ട് പക്ഷെ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് വന്നതാണ്. അവരെ പിന്നിൽ നിന്ന് കുത്തിയ പോലെയാണ് കാണുന്നത്. അതായത് അവരെ ആരെങ്കിലും ചീറ്റ് ചെയ്ത് പോയതായിരിക്കാം. റിലേഷൻഷിപ്സിലൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ഉപേക്ഷിച്ച് അവരെ വിട്ടു പോയതായിരിക്കാം ആരെങ്കിലും. ഓക്കെ, അവർ അത്രയും ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പ് നടക്കാതെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ അവർ എന്തെങ്കിലും ആഗ്രഹിച്ച് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ അവർക്ക് ഒരു ബാക്ക് സ്റ്റാബിങ് കിട്ടി കാണാം. ഓക്കെ, ജോലി സ്ഥലത്തായാലും ശരി, ജോലി സ്ഥലത്ത് ഇപ്പോൾ അവർ നമ്മൾ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അത്രത്തോളം നമ്മൾ എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവിടെ നമ്മൾ ബാക്ക് സ്റ്റാബിങ് കിട്ടുക, അല്ലേ, നമ്മൾ ചതിക്കപ്പെടുക, ചീറ്റ് ചെയ്യപ്പെടുക, അങ്ങനത്തെ പല കാര്യങ്ങൾ നടന്ന എന്തോ ഒരു പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയിലാണെന്ന് അവരിയ്ക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ ഇന്നും ഈ ഒരു 2-3 ദിവസത്തെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ സൈലന്റ് ആണെങ്കിൽ അവരുടെ മൈൻഡിൽ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് യെസ് ഒരു പോസിറ്റീവ് കാർഡ് നമുക്ക് കിട്ടി, യെസ്. പക്ഷെ ഒന്നുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ എടുക്കാം. ബട്ട് ഇവിടെ ഒരു കിങ് ഓഫ് സോഡ്സും ഉണ്ട്. കിങ് ഓഫ് സോഡ്സ് പറയുമ്പോഴും യെസ് അഗെയിൻ ഹൈ പ്രീസ്റ്റസ് ഒക്കെ ഉണ്ട്. ഒരു തേർഡ് പാർട്ടി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാസ്റ്റിലെ ഏതെങ്കിലും ആൾക്കാർ തിരിച്ചു വന്നതാവാം, അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യത്തിനെ ഓർത്ത്, ലൈക്ക് പാസ്റ്റിൽ ആരെങ്കിലും അവർക്ക് ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തുള്ള എന്തെങ്കിലും വിഷമത്തിലായ നമ്മൾ പെട്ടെന്ന് ട്രിഗർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വല്ലതും ആയിരിക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൽ അവർ ഇരിക്കുന്നതായിട്ടും ഇന്ന് അവരെന്തോ പാസ്റ്റിനെ കുറിച്ച് ഇന്ന് ഒരുപാട് ഇന്ന് അല്ലെങ്കിൽ ഈ 2-3 ദിവസത്തിൽ ഈ ഒരാഴ്ചയിൽ എന്നൊക്കെ പറയാം. ഓക്കെ, മാക്സിമം ഓക്കെ അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവനവന്. ബട്ട് ഐ തിങ്ക് അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അധികം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ലെറ്റ് സി. കുറച്ചുകൂടി നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരു കാര്യം കഴിഞ്ഞാൽ വേറെ ഡെക്ക് എടുക്കണം. ഓക്കെ, നമുക്ക് ഹാപ്പി വൈബ്സിന് ഈ ഡെക്ക് യൂസ് ചെയ്താകുമ്പോൾ കുറച്ചൊരു കാണുമ്പോൾ തന്നെ രസമാണ്. ഓക്കെ, നമുക്ക് സീരിയസ് ആയിട്ട് ഓക്കെ ലെറ്റ് സി. നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ എന്താണ്? Again, 4 of Swords, silence. Okay, Page of Pentacles, Ace of Swords, Knight of Wands, okay, and 5 of Swords. Okay, same cards undo. Third partyയുടെ എനർജി വരുന്നുണ്ട്. പക്ഷെ അത് പാസ്റ്റിലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ നിങ്ങളോടുള്ള ഫീലിങ്സ് വേറെ എന്താണ് കാണുന്നത്? സെയിം കാർഡ്. ഓ മൈ ഗോഡ്, 10 of Swords, 10 of Swords. സീരിയസ്ലി, ഹാങ്മാൻ. ഓക്കെ, പേഴ്സൺ ഇപ്പം നിങ്ങളോട് സംസാരിക്കാനുള്ള മൂഡിലല്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, എനിക്കിവിടെ കാണുന്നത് നിങ്ങളോടൊപ്പം സംസാരിക്കാനുള്ള ഒരു മൂഡൊന്നുമല്ല. അവർ സംസാരിച്ചാൽ തന്നെ ഓക്കെ അവരുടെ മനസ്സിൽ വേറെ പലതുമാണ് നടക്കുന്നത് ഇപ്പോൾ. അത് പാസ്റ്റിലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അഗെയിൻ ഇവിടെ 4 of Swords ഉണ്ട്. ഒന്ന് നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നു എന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുന്നവർ. ഓക്കെ, ബട്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. വരും ചെയ്യും, മേ ബി സംസാരിക്കാൻ വരും അവർ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് പറയുകയാണെങ്കിൽ Ace of Swords എനർജി ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ക്ലാരിറ്റി തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, കാര്യങ്ങളെ വ്യക്തമായിട്ട് തുറന്ന് പറയണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. നൈറ്റ് ഓഫ് വാൻസും ഉണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. കമ്മ്യൂണിക്കേഷൻ വരും. ബട്ട് കമ്മ്യൂണിക്കേഷൻ വന്നാൽ ഐ തിങ്ക് ഇവിടെ അവർക്കൊരു ടെൻഷൻ ഉണ്ട്. ദറ്റ് കോൺഫ്ലിക്റ്റ് ആവോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, കാരണം അവർക്ക് ആ പാസ്റ്റിൻ്റെ ഒരു വേദന അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓക്കെ, അഗെയിൻ സെയിം കാർഡ്സ് ആണ് നമ്മൾ വന്ന റിപ്പീറ്റ്. സോ ആ കാര്യം അവരുടെ മൈൻഡിൽ അത്രയും ഡോമിനൻ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ ആ പാസ്റ്റിൻ്റെ ആ വേദനയിൽ അവരിയ്ക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, നിങ്ങൾ കാണുന്നത് ക്വീൻ ഓഫ് വാൻസ് ആയിട്ടാണ്. അതായത് അവർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 10 of Pentacles പറഞ്ഞു, ഇത് പറഞ്ഞു. സോ നിങ്ങളെ കാണുന്നത് വളരെ നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നിങ്ങളോട് ഒരു അടുപ്പമുണ്ട്. അവരുടെ ലൈഫിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാമാണ്. ബട്ട് ഇപ്പോൾ അവർ നിൽക്കുന്നത് തൽക്കാലം ആ ഒരു പാസ്റ്റിൻ്റെ ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. സെയിം കാർഡ് അഗൈൻ, ടവർ കാർഡ്. ഓക്കെ, ഹെർമിറ്റ്. ഞാൻ ചിരിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ, ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് പക്ഷെ നമുക്ക് കൺഫർമേഷൻസ് വരികയാണ്. 6 of Pentacles. അവരിപ്പോൾ 2 സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പേഴ്സൻ്റെ കാര്യമായിരിക്കാം. തേർഡ് പാർട്ടി എനർജി വന്നിരുന്നു. സോ പാസ്റ്റിൽ ഏതെങ്കിലും അവരുടെ ഒരു
റിലേഷൻഷിപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ആവാം. അത് പക്ഷെ കഴിഞ്ഞതാണ്. ഓക്കെ, ഐ എം നോട്ട് സെയിങ് അത് ഇപ്പോഴും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത് ഒരു എൻഡായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അതിൻ്റെ ഓർമ്മ, അങ്ങനത്തെ കാര്യങ്ങൾ ഐ തിങ്ക് ഇന്നത്തെ ദിവസം അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ടോ വേദനിപ്പിക്കുന്നതായിട്ടോ കാണുന്നുണ്ട്. മേ ബി ആ പേഴ്സണുമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് വന്ന് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവരെ കുറിച്ച് കേട്ട് കാണാം, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു മെമ്മറി കയറി വരിക. കാരണം നമ്മുടെ ഇവിടെ 6 of Cups നമുക്ക് മെമ്മറിയുടെ കാർഡാണ്. എവിടെയെങ്കിലും അവർക്കൊരു പാസ്റ്റ് എന്തെങ്കിലും ഒരു മെമ്മറി കയറി വന്ന് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കാണും. ഓക്കെ, ബട്ട് ആ ഒരു എൻഡിങ് ആയതാണത്. അത് എൻഡായി പോയൊരു സിറ്റുവേഷനാണ്. ഫീലിങ്സ് വൈസ് യെസ്, എൻ്റെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് കിട്ടണം എന്നായിരുന്നു. അതിൽ വന്നത് കിങ് ഓഫ് കപ്സ് ആണ്. സോ എവിടെയോ അവർക്ക് സ്നേഹം ഇപ്പം നിങ്ങളോടാണ് ഫീലിങ്സ് എല്ലാം. ബട്ട് ഇപ്പോൾ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയിലല്ല. കാരണം അവർ ആ പാസ്റ്റിലെ കാര്യങ്ങൾ അവരെ വേദനിപ്പിച്ചത്, അവർക്ക് ഒരുപാട് ഇപ്പോൾ ആ ഒരു ഓർമ്മയിൽ അവരിയ്ക്കുകയാണ്. ഓക്കെ, അവർ നിങ്ങളോട് ഇത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് വരില്ല, ബട്ട് അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഒരുപാട്. മേ ബി ആ പാസ്റ്റിൻ്റെ ഓർമ്മകളായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ അവരെ ഒന്ന് പിന്നോട്ട് വലിക്കുന്നത്. ഓക്കെ, യെസ്, ഞാൻ നിങ്ങളോടുള്ള ഫീലിങ്സ് ജെനുവിൻ അല്ലേ എന്ന ആ ഒരു ഇതിൽ ഞാൻ എടുത്തതാണ്. യെസ്, ഓക്കെ, സൺ കാർഡാണ്. നിങ്ങൾ തമ്മിൽ എനിവേ മുന്നോട്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും കോണ്ടാക്ട്, സംസാരവും കാര്യങ്ങളും എല്ലാം വരും. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ബട്ട് ഇപ്പം ആ ഒരു എനർജി വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ജോലി, അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും വലിയ മേജർ ഇഷ്യൂസ് ഉണ്ടായി കാണാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം. അത് പക്ഷെ നിങ്ങളോട് അവർ പറയുന്നില്ല, സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവർ കാര്യങ്ങളെ ഒന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയാം. ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവാം ചിലവർക്ക്, ഫാമിലിയുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ലൈക്ക് അവരെ ബോദർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി, ഒരു ഓൾഡ്, പക്ഷെ അത് എൻഡായ ഒരു കാര്യം. ഓക്കെ, അത് ചിലപ്പോൾ ഒന്ന് ഓർമ്മ വന്നതാവാം, ചിലപ്പോൾ പേഴ്സൺ വന്നതാവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലും കേട്ടതാവാം. അത് എവിടെയോ അവരെ വീണ്ടും ഒന്ന് വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് അവരെ മനസ്സിൽ ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, അവർ മേ ബി അത് റിയലൈസ്, ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം ടവർ എപ്പോഴും നമ്മൾ നല്ല കാർഡായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുക അവരുടെ ലൈഫിൽ നിങ്ങളെന്താണ്, നിങ്ങളുടെ ഒരു മൂല്യം, അവരുടെ വാല്യൂ അവരുടെ ലൈഫിൽ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ലാസ്റ്റ് എന്തായാലും നമുക്ക് വളരെയധികം കിങ് ഓഫ് കപ്സ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ യെസ്, നല്ല കാർഡ് തന്നെയാണ്, വളരെ നല്ല കാർഡ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. മേ ബി ഇപ്പോൾ സൈലൻ്റ് ആണെങ്കിൽ ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും അവർക്ക് മെസ്സേജസ് ഉണ്ടോ എന്ന് കൂടി നോക്കാം. ഞാൻ മെസ്സേജ് കാർഡ് എടുക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോറി, എല്ലാം കൂടെ മിക്സപ്പ് ആയി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ സോർട്ട് ചെയ്തോളാം. ഇറ്റ്സ് ഫൈൻ, ഞാനത് പിന്നെ സോർട്ടിങ് ചെയ്തോളാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, അവരെ മെസ്സേജസ് കൂടി കേൾക്കാം. യു ആർ മിസ്റ്റീരിയസ്. ഓക്കെ, അവർ പറയുന്നത് നിങ്ങൾ മിസ്റ്റീരിയസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾ എന്തൊക്കെയോ നിങ്ങളെക്കുറിച്ച് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് നോ, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. ദാറ്റ് നിങ്ങൾ വളരെ മിസ്റ്റീരിയസ് ആണ്. ചിലപ്പോൾ മേ ബി നിങ്ങൾ പേഴ്സണിനോട് ബിഹേവ് ചെയ്യുന്നത് അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമുണ്ടോ എന്ന രീതിക്ക് എന്തൊക്കെയോ അവർ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മേ ബി അവർ ആ പാസ്റ്റ് എക്സ്പീരിയൻസസ് കൊണ്ടായിരിക്കാം അങ്ങനെ കേട്ടോ, അങ്ങനെയാവാം. ഓക്കെ, സ്റ്റിൽ ലിസണിങ്. ഐ ലിസൺ ടു ദ മ്യൂസിക് യു ഹവ് ഷെയർഡ് വിത്ത് മീ. ഇറ്റ് ഹെൽപ്സ് മീ ടു കണക്ട് വിത്ത് യു ഓൾദോ വി ആർ അപ്പാർട്ട്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ അയച്ചു കൊടുത്ത പാട്ടോ നിങ്ങൾ അയച്ച മ്യൂസിക്കോ വല്ലതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. കാരണം അപ്പോൾ നിങ്ങൾ അയച്ചതാണ് എന്ന് പറഞ്ഞത് കാണുമ്പോൾ അവർക്കൊരു ഫീലിംഗ്, നൊസ്റ്റാൾജിയ അവർക്ക്, അതായത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സൂൺ ഐ എം ഗോയിങ് ടു കോൺടാക്ട് യു സൂൺ. യെസ്, പേഴ്സൻ്റെ കോൺടാക്ട് വരും. ഓക്കെ, അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ അവരുടെ മനസ്സിൽ കിടന്ന് ചില കാര്യങ്ങൾ കളിക്കുന്നുണ്ടാവും. ഓക്കെ, നീഡ് ടൈം ടു ഹീൽ. യെസ്, റൈറ്റ് നൗ ഐ എം ഇൻ എ സ്പേസ് വെയർ ഐ നീഡ് ടു ഫോക്കസ് ഓൺ മൈ ഹീലിംഗ് ആൻഡ് സെൽഫ് ലവ്. ആക്ച്വലി ഏസ് ഓഫ് കപ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നി, അവർ അവനവനെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. ഓക്കെ, കാരണം ദിസ് ഈസ്ൻറ്റ് അബൌട്ട് യു, ഇറ്റ്സ് അബൌട്ട് മീ. അതായത് അവരുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ ചില ഡിസ്റ്റർബൻസസ് ഉണ്ട്, അതൊന്ന് ശരിയാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവനെ ഒന്ന് കെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, വിട്ട് കളഞ്ഞേക്കുക, അവർ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ബോദർ ചെയ്യണ്ട. യു ഫീൽ ലൈക്ക് ഹോം. യെസ്, 10 of Pentacles. ഞാൻ എന്താ പറഞ്ഞു, ഒരു ഫാമിലി പോലെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ കൂടെയാണ്. ബീങ് വിത്ത് യു റിമൈൻഡ്സ് മീ ഓഫ് സിംപ്ലർ ടൈംസ്. യു ബ്രിങ് മീ സോ മച്ച് ഹാപ്പിനെസ് ആൻഡ് പീസ്. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് അത്രയും സന്തോഷം. സൺ കാർഡ് ഞാൻ പറഞ്ഞു, അത് എല്ലാം ഒരു സെയിം കാർഡ്സ് ആണ്.
unblock me. Okay, I miss you and want to connect. Please unblock me literally or energetically so we can speak. I have a lot to say. Okay, നിങ്ങളെങ്ങനെ ബ്ലോക്ക് ചെയ്തോ പേഴ്സണിനോട് ദേഷ്യം വന്നിട്ട്? നിങ്ങളെങ്ങനെ ദേഷ്യം വന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് അൺബ്ലോക്ക് മീ എന്ന് പറയുന്നുണ്ട്. അൺബ്ലോക്ക് ചെയ്തിട്ടാൽ മതി, റീച്ച് ഔട്ട് ചെയ്യണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തതാണെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്യും. ഓക്കെ, മൈ ഡ്രീംസ്, ഐ ഹവ് ബീൻ ഡ്രീമിങ് അബൌട്ട് യു ഇൻ മൈ ഡ്രീംസ്. വി ആർ സോ ഫ്രീ ആൻഡ് ഇൻ ലവ്. ഐ വിഷ് ഐ കുഡ് സ്റ്റേ ദർ ഫോർ എവർ. നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മിസ്സിങ് യു, ഐ മിസ് യു. ഓക്കെ, ഐ വിഷ് തിങ്സ് വർ ഡിഫറെൻറ്റ്. ഓക്കെ, ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. സോ മേ ബി നമ്മൾ നോക്കിയതിൽ ഇനിയിപ്പോൾ പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മേ ബി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയതാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ടോട്ടൽ സെപ്പറേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുകൂടി ആ റീഡിങ്ങിനെ നമുക്ക് പറയാം. ഓക്കെ, നോ വൺ കമ്പയർസ്, നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല എന്നാണ് പറയുന്നത്. അവർ ആരെ മീറ്റ് ചെയ്താലും ശരി, ആരവരുടെ ലൈഫിൽ വന്നാലും പോയാലും ശരി, നിങ്ങളെപ്പോലെ ആരും ഇല്ല എന്നാണ് പറയുന്നത്. And the future, I daydream about a future together, going on adventures and growing old together. I want it all. എല്ലാം അവർക്ക് വേണം എന്നാണ് പറയുന്നത്. എന്താ പറയുക, അവർക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് നിങ്ങളായിട്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് വളരെ സന്തോഷമായിട്ട് വയസ്സാവുന്നവരെ കൂടെ വേണം എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് യെസ്, അവരുടെ മൈൻഡിൽ ഓക്കെ മദർ വൂൺസ് ഉണ്ട് ചിലവർക്ക്. ഓക്കെ, ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് വൂൺസ് എന്തെങ്കിലും, അതിപ്പോൾ അമ്മയെക്കുറിച്ചുള്ളത് എന്നാണ് പറയുന്നത്. മദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, പാരന്റൽ വൂൺസ് ഉണ്ടാവും ചിലവർക്ക്. സംതിങ് ടു സേ, ദർ ഇസ് സംതിങ് ഐ റിയലി വോണ്ട് ടു ഷെയർ വിത്ത് യു. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം വിത്ത് യു എന്ന്, റൈറ്റ് ടൈം ടു ടെൽ യു. ഓക്കെ, ഇത് നമുക്ക് പോസിറ്റീവ് ആവാം, കാരണം ഇവിടെ എല്ലാം പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. സോ എന്തോ അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്, അത് അവരുടെ മനസ്സിലെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അവരെന്താണ് സൈലൻ്റ് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്യാം, നിങ്ങളോടുള്ള ഫീലിങ്സും ഷെയർ ചെയ്യാം. ഓക്കെ, അവർക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാനുള്ളതൊക്കെ നമ്മൾ കുറേ എടുത്തു കഴിഞ്ഞു. സോ ഇതൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ടിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അതൊരു തൽക്കാലമായിട്ട് ഒരു സൈലൻസിലാണ്, പക്ഷെ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് വരും ചെയ്യും. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക തൽക്കാലം. ഓക്കെ, ബോധർ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.